ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പോംപോം ആണ്. എങ്ങനെയാണ് പോംപോം ഉണ്ടാക്കാമെന്നും പിന്നെ ഞാൻ എൻ്റെ വ്യൂവേഴ്സ് ചെയ്ത കുറച്ച് വർക്കിൻ്റെ ഫോട്ടോസും കാണിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ പോംപോം ഉണ്ടാക്കാൻ നോക്കാം. ജസ്റ്റ് yarn എടുക്കുക. അങ്ങനെ ഈ 3 വിരലിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അത്രയും നിങ്ങൾ ചുറ്റി കൊടുക്കുക. ചുറ്റാൻ 40-50 എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റാൻ. നിങ്ങളുടെ പോംപോമിന് തിക്നെസ് എത്ര വേണോ അത്രയും നോക്കിയിട്ട്. എന്നിട്ട് നമുക്കിവിടെ യാണ് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് മെല്ലെ നമുക്ക് കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യണം. മെല്ലെ റിമൂവ് ചെയ്തിട്ട് അതോടെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം യാൺ എടുക്കാം. ഓക്കെ, ഈ യാണിലേക്ക് നമ്മളിപ്പോൾ ചുറ്റി വെച്ചിരിക്കുന്ന ത്രെഡ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് ടൈ ചെയ്യാം. നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടണം. നൂല് കൊണ്ട് ഊരി പോരരുത്. നല്ല ടൈറ്റായിട്ട് 2 പ്രാവശ്യം കെട്ടി കൊടുക്കാം. ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ യാണ് പിടിച്ചിട്ട് ഈ യാണ് കട്ട് ചെയ്യരുത്. ഇത് നമ്മൾ എന്തിനാണോ ഈ പോംപോം വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ യാണ് യൂസ് ചെയ്തിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. ഇപ്പം ഡ്രസ്സിൻ്റെ മേലെ, തൊപ്പീൻ്റെ മേലെ, അല്ലെങ്കിൽ ഷൂവ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ മാറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു യാൺ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ യാണ് നമ്മൾ കട്ട് ചെയ്യരുത്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ല പോംപോമിൻ്റെ ഷേപ്പിൽ കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ നൂലും ഒരേപോലെ വെച്ച് നമ്മൾ ഇങ്ങനെ ട്രിം ചെയ്യുക. ഇങ്ങനെ പിടിക്കുമ്പോൾ മനസ്സിലാവും വലുതായിട്ട് നിൽക്കുന്ന യാണുകൾ. ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം പോംപോം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എത്ര പോംപോം വേണോ അത്രയും പോംപോം ഉണ്ടാക്കി കൊടുക്കാം. ഏതാ ഉണ്ടല്ലോ പോംപോം. അപ്പോൾ ഞാനിതവിടെ കുറച്ച് പോംപോംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോംപോംസ് ഡ്രസ്സിൽ വെക്കാം, ഷൂവിൻ്റെ മേലെ വെക്കാം, ക്യാപ്പിൻ്റെ മേലെ വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ ഫുൾ മാറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പോംപോം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പോംപോം ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം. എൻ്റെ വ്യൂവേഴ്സ് സെൻഡ് ചെയ്ത് തന്ന കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നത് എൻ്റെ ആൻറ്റിയാണ്. എൻ്റെ കോസ്റ്ററിൻ്റെ വീഡിയോ കണ്ടിട്ട് സെൻഡ് ചെയ്ത് തന്ന ഈ ഫോട്ടോ ആണ്. അപ്പോൾ ആൻറ്റിൻ്റെ പേര് നജിദ ഷെരീഫ് എന്നാണ്. ഇതും എൻ്റെ ആൻറ്റി ചെയ്താണ്. 2 കോസ്റ്ററും പിന്നെ ഒരു ബേബി ഷൂവും. നജിദ ഷെരീഫ് എന്നാണ് ആൻറ്റിൻ്റെ പേര്. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു വ്യൂവർ ചെയ്ത് കാണാം. അതെൻ്റെ ഒരു വ്യൂവറായ ജൗഹറ എന്ന് പറഞ്ഞൊരു വ്യൂവറാണ് ഇത് സെൻഡ് ചെയ്ത് തന്നത്. ബേബി ഷൂവിൻ്റെ വീഡിയോ കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഒരു കോസ്റ്ററിൻ്റെ പിക്കാണ് അയച്ചത്. ഇത് സജ്ന എന്ന് പറഞ്ഞൊരു വ്യൂവർ ചെയ്തതാണ്. അപ്പോൾ 3 പേർക്കും താങ്ക്സ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ വീണ്ടും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഇത് സെൻഡ് ചെയ്ത് തരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.